ഹൃദയം ദേവാലയം പോയ വസന്തം പുരമാല ചാർത്തും ആരുണ്യ ദേവാലയം ദേവാലയം ആലകളിലെ ആറാട്ടി നടക്കാറുണ്ടിവിടെ പുൽപ്പന നടക്കാറുണ്ടിവിടെ പോയ വസന്തം മനസാക്ഷം ആരുണ്യ ദേവാലയം. അപ്പൊ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഓരോരുത്തരും എടുക്കുക. മൈക്കിൽ പറയും 5 പഴങ്ങളുടെ പേര് പറയുക. അതൊക്കെ വളരെ ഫ്രൂട്ട്സ് 5 ഫ്രൂട്ട്സ്. മുദ്രകളൊക്കെ കളിച്ചാൽ മതി. ഇതും പറ്റൂലല്ലോ. ഇരുന്നോണ്ടൊന്ന് സൈക്കിൾ ഓട്ടാൻ പറ്റുമോ? ഒന്ന് ചെയ്താൽ നല്ല കഴിവാ. സൈക്കിൾ കിട്ടില്ലേ? സൈക്കിൾ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യണം? സ്റ്റാൻഡിനെ പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മള് ഇരുന്ന് അല്ലേ? ഇരുന്നിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ കാലൊക്കെ ഒന്ന് എങ്ങനെ നീരൊക്കെ പോയി കിട്ടുമോ? സൈക്കിൾ ല്ലേ? കറക്റ്റ് ആയില്ലേ? വിടുകി. അതാണ് നമുക്ക് പറ്റുമല്ല. ഇവിടെ ഇത് തന്നെയാണ്. 5 പച്ചക്കറികളുടെ പേര് പറയുക. എളുപ്പമാണ്. പച്ചക്കായ, മുരിങ്ങക്കായ, തക്കാളി. അപ്പൊ വെണ്ടക്കായ, മുരിങ്ങക്കായ, പച്ചക്കായ, തക്കാളി. കണ്ട, അതാണ് ഇതിന് കൊടുക്കുന്ന കണ്ട പിടിക്കൽ. നമ്മളെ കൊണ്ടൊന്നും ചോദിക്കണ്ട. എല്ലാരെ കൊണ്ടും എല്ലാം സാധിക്കും. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് പറയാം. 5 സൗണ്ട് ആനിമൽസിന്റെ മൃഗങ്ങളുടെ 5 മൃഗങ്ങളുടെ ഒച്ച ഒന്ന് അനുകരിക്കാം. കാക്ക, പൂച്ച, പട്ടി, പശു, ആട്. ചെയ്തോ? പറഞ്ഞു തരുന്നു. ഇനിയൊരു പശുവിന്റെ കാണിച്ചോ? അല്ലെങ്കിൽ ആട് കാണാൻ. ആടിന് സുഖമില്ലാത്ത ആടാന്ന് തോന്നണല്ലേ? അത് ഏത് സമയത്തുള്ള കച്ചിലാണ്? ഞാൻ ആഗ്രഹമുള്ളവരുണ്ടാ? ഉണ്ടെങ്കിൽ എടുക്കാതെ തന്നെ കാണിക്കാം. പാട്ട് വെച്ചു കൊടുക്കും. സ്പീക്കർ ഉണ്ടാകും. സ്പീക്കറിന്റെ മറ്റേ കൊണ്ടുവരാം. ചെറുത് ഇരുന്നുകൊണ്ട് ചെയ്യണം. അത് ചെയ്യാം. ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചു വേണ്ടേ? ചെയ്തോ? ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പാട്ട് വയ്ക്കണം. നോണ പറഞ്ഞോണ്ടേ കരണ്ടും പോയി. കഴിച്ചോ? ഫ്രണ്ടിലോട്ട് എന്തെങ്കിലും കഴിക്കും. ഞാനിതൊരു നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയത് കാണിച്ചതാണ്. കൈ പോണ സ്ഥലത്തോട്ട് കണ്ണു പോണം. കണ്ണു പോണ സ്ഥലത്തോട്ട് കൈ പോകണം. തിരുവാതിര കളിക്കാൻ അറിയാമോ? ഇങ്ങനെ ആ കാലൊന്ന് പതിക്കെ അതാണ് കളി. കൈ കൊടുത്തല്ലാലും പറ്റില്ല. നമ്മളൊന്നും പറയാൻ പാടില്ല. എല്ലാം പറ്റും കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. ബോർഡിലൊരു പടം വെച്ചിട്ടുണ്ട്. നല്ലൊരു സുന്ദരിയുടെ പടം നമ്മൾ ഐ സാർ വെച്ചേക്കുന്നതാണ്.
സാറിന്റെ മനസ്സിലുള്ള സുന്ദരി ഇങ്ങനെ അപ്പൊ ഈ സുന്ദരി സുന്ദരനായോ എന്നൊരു സംശയം ഉണ്ടല്ലേ, ചെറുതായിട്ടൊരു സുന്ദരനൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഈ സുന്ദരിക്ക് സുന്ദരി ആക്കാനൊന്നും ഒരു ചെവിയും വച്ചിട്ട് ഒരു കമ്മലൊക്കെ ഇട്ടുകൊടുത്ത കുറച്ചും കൂടി സുന്ദരി ആവുന്നു. അപ്പൊ ഈ സുന്ദരിക്ക് ഞാൻ ഇവിടെ ഒരു പൊട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ സുന്ദരിക്ക് പൊട്ടില്ലല്ലോ. അപ്പൊ സുന്ദരിനെ നിങ്ങളുടെ ഒരു കെട്ടുന്ന സ്ഥലം തോർത്ത് പുതിയതാണ് ഒരു അപ്പൊ കണ്ണ് കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പതുക്കെ നിർത്തുക. ഇത് പൊടിച്ചിട്ട് തുടങ്ങാം. ഏകദേശം ഒരു ഐഡിയ വെച്ച് തുടങ്ങുക. ഏകദേശം കറക്റ്റായിട്ട് വന്ന ഭാഗത്തുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. മനസ്സിലായില്ല? താല്പര്യമുള്ളവര് കൈ വെക്കുന്നതനുസരിച്ച് എല്ലാവരെ കൊണ്ടും ചിലപ്പോൾ പറ്റില്ലല്ലോ, ചെയ്യാം. ഓക്കെ. അപ്പം അടുത്തതായിട്ട് അമ്മണിയമ്മ ഉണ്ടാ കണ്ട ബോർഡ് ബോർഡിലൊന്നും പിടിച്ചത്. ബോർഡിന്റെ മോൾ ഭാഗം ഇതുമാണ്. ഇനിയാണ് എത്ര കറക്റ്റായിട്ട് കണ്ണ് കാണാൻ തോന്നണ്ടാ. കണ്ണ് കാണാൻ തോന്നുന്നത് കണ്ടില്ലേ? കറക്റ്റായിട്ട് തൊട്ടല്ല. കറക്റ്റ് ഇതല്ലേ ഇതല്ലേ കറക്റ്റായിട്ട് പിരികത്തേ തൊട്ട്. എന്നെ തൊടണ്ട ഇങ്ങോട്ട് തൽക്കാലം വാ. നല്ല ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലൊരു പടവും വരച്ചിട്ടുണ്ട്. അപ്പൊ കയ്യിലൊരു പൊട്ട് തരും. ആ പൊട്ട് കൊണ്ടുപോയിട്ട് ആ സുന്ദരിയുടെ നെറ്റിയിൽ പൊട്ട് തൊട്ട് കൊടുക്കണം. സുന്ദരിക്ക് പൊട്ട് തൊട്ടെന്നുള്ളതാണ് ഈ കളിയുടെ പേര്. ആ ബോർഡാണ് വെയ്ക്ക്. കണ്ണ് കെട്ടണ്ടേ? ഞാൻ ഒരു മിനിറ്റ് കണ്ണ് ഇട്ട് തരാം കേട്ടോ. എന്തായാലും കണ്ണ് കാണാമെങ്കിലും കാണൂലെങ്കിലും അതിൻ്റെതായ രീതിയിൽ തന്നെ കളിച്ചേക്കാം. നമ്മുടെ തങ്കമ്മ ചേച്ചി അപ്പൊ നിലവിൽ ഫസ്റ്റ് നിൽക്കുന്നത് തങ്കമ്മ അമ്മച്ചി. അമ്മച്ചി നമുക്ക് വേഗം കൊടുത്തോ മതി. വേഗം കൊടുത്തോ മാറ്റില്ല ജോർജ് ചേട്ടാ. വരക്കി അപ്പൊ ഇപ്പൊ വിളിക്കാനായിട്ട് ഞാൻ പൊട്ട് തന്നിട്ടുണ്ട്. പൊട്ട് തന്നിട്ടുണ്ട്. ഈ പൊട്ട് കൈയോട്ട് പിടിക്കും. മാറിന്നോ കയ്യിലിരിക്കുന്നുണ്ട് പൊട്ട്. ഇത് ബോർഡ് തൊട്ടേനി സുന്ദരീനെ അതാക്കാൻ പാടില്ല ചോദിച്ച അത് മാറ്റാൻ പാടില്ല. തൊടണം. തൊട്ടൊക്കെ തൊടിയിപ്പിച്ച് ചെയ്യുമ്പോഴാണ് സുന്ദരി ആകുള്ളൂ. ആ സുന്ദരി അപ്പൊ കാണിച്ചു തരാട്ടാ. പൊട്ടൊക്കെ കുത്തിക്കോ. അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് ഇത്. വെരി ഗുഡ്. സുന്ദരിനെ കാണിച്ചു തരാം. കാണാൻ ഭയങ്കര കൊല്ലായിട്ടിരിക്കണേ. ഇതല്ലേ ഇതായിട്ട് കണ്ട സുന്ദരിന. ഇതാണ് സുന്ദരിക്ക് തൊട്ടത്. സുന്ദരിയാണ്. ഇവിടെ തമ്മിച്ചുണ്ട്. കണ്ണട വീഡിയോ കൂടി വെച്ചോട്ടെ പതുക്കെ. അതെ, കൊച്ചിനെ കൊണ്ട് ഒരു ചാൻസ് പൊടിപ്പിക്കാം. ഇത്തിരി അറ്റത്ത് പെട്ടെന്ന് പിടിച്ച് ചെയ്യും. ബോർഡ് പിടിച്ചിട്ട് കൊടുത്തോട്ടാ. ബോർഡ് ഇതാണേ. വലിയമ്മച്ചി അടുത്തൊക്കെ തൊടുന്നത്. വലിയമ്മച്ചി കറക്റ്റ് ആയിട്ട് ആ ഭാഗത്തേക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പ്രോത്സാഹിപ്പിച്ചു. കയ്യിലോട്ട് പിടിച്ചിരിക്കുന്നു. ഇതാണ് വെച്ചത്. കറക്റ്റ് വെച്ചു. അപ്പൊ ഇനി
സുന്ദരീന കണ്ടാലോ? സുന്ദരീന കണ്ടു. കാണില്ല. കാണരുതല്ല. ഓ അത്ര കറക്റ്റ് ആയിട്ട് കുത്തല്ലേ? ശരി മാറ്റി കുത്ത്. ഫസ്റ്റ് അടിക്കും. ഏ? എവിടെ കുത്തിയേ? ദേ, ദേ. ഇതാണ് കുത്തിയത്. മാറ്റിക്കോ. അത് ഞാൻ കാണാനുള്ളല്ല. പൊട്ട് തരാട്ടോ. ഇവിടെ വന്ന് നിർത്തിയിട്ട് പൊട്ട് തരാം. അപ്പൊ ദേ ഇത് കസേരയാണ്, ഇതാണ് ബോർഡ്. ഇത്ര കാര്യം ഞാൻ പഠിപ്പിക്കാം. ഇത് പൊട്ട് തരാം കയ്യിൽ. പൊട്ടുന്ന പൊട്ട് പൊട്ട് പിടിക്ക്. പിടിച്ചാ കേട്ടോ. നോക്കിയേ കറക്റ്റ് അല്ലേ? അഡ്മിറ്റ് സൈഡൊന്ന് ഇതാണ് ബോർഡ്. ബോർഡ് ഇതാണ് കേട്ടോ. ഇങ്ങനെ ബോർഡാണ്. ബോർഡിന്റെ തൊട്ടോ അതും കറക്റ്റ്. നിങ്ങളൊരു മനസ്സിൽ ഐഡിയ എടുത്തോട്ടാ. ഇങ്ങനെ പിടിച്ചിട്ട് ഏകദേശം വേറൊരു സുന്ദരിക്ക് പൊട്ട് പൊട്ട് കൊടുക്ക്. ഉള്ളിലേക്ക് ഇറക്കാൻ പാടുള്ളൂ. അത് നോക്കിയൊക്കെ വെച്ചോ. പണ്ട് കോപ്പിയൊക്കെ അടിച്ചിട്ടുണ്ടോ ചെറുപ്പത്തില്? പോയില്ലല്ലോ. അതിന് മുമ്പ് തന്നെ പിടിച്ചു വിട്ടു. പൊട്ട് കൊടുത്തു. കൈമ അത് സാധനം അത് പൊട്ടുമ്പോ ഒട്ടായി. ഇങ്ങനെയാണോ? ആ അങ്ങനെ ഒട്ടിച്ചു. അപ്പൊ തൊട്ടോ. അപ്പൊ ഞാൻ വാങ്ങി ഒട്ടിച്ചോളാം. കറക്റ്റ് മൂക്കയിലുണ്ടോന്നല്ല. ഒട്ടണി അവിടെയാണ് ഒട്ടില്ല. തൊട്ട് കാണിച്ചു. അവിടെ ഞാൻ മേടിച്ച് ഒട്ടിച്ചോളാം. ഏതാണ് സിന്ദൂരം ചേർത്തി കൊടുത്ത് പൊട്ടിന് പകരം സിന്ദൂരം ഇവിടെയാണ് വേണ്ടത്. എന്നാലും നമുക്ക് നോക്കാം. വെട്ടിക്കാൻ വേറെ ആരെങ്കിലും വരുമ്പോ എന്ന് നമുക്ക് നോക്കാം. വലിയ ഗിഫ്റ്റ് അത് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണെങ്കിൽ സുന്ദരിക്ക് പൊട്ട് പൊട്ടില്ല. അപ്പൊ ഒരു ഇപ്പൊ തൊട്ടതില് ഏകദേശം നമ്പർ 1 നിൽക്കുന്നതാണ്. അപ്പൊ കണ്ടല്ലോ. കേട്ടട്ടെ? ഓക്കെ. ജോർജ്. അപ്പൊ ജോർജ് അപ്പച്ചൻ അവിടെയാ? ഞാൻ തൊട്ടേക്കട്ടെ. അവിടെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന? അവിടെ തൊട്ട് ഞാൻ തൊട്ടേക്കാം. ഓക്കെ. അതിന് പെട്ടെന്ന് ആൾക്കാർ വേണം വരാനായിട്ട്. ഇതിലിങ്ങനെ ഒരു ഇപ്പൊ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഏതിനും ഇതിന്റെ ശരിക്കുള്ള ഫോട്ടോ കൊടുക്കുന്ന സ്ഥലം കണ്ണ് കെട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് കൊണ്ടുവന്ന് കൂട്ടണം കേട്ടോ.
പിടിച്ചാ പോയിട്ട് ഇത് കിട്ടും ഇതിന്ന് പതുക്കെ പൊളിച്ചിട്ടുള്ളൂ തൊട്ട് കണ്ടാലും അത് പൊട്ടാണ് അത് തൊടണം കേട്ടോ ഇത് ബോർഡിൽ ഞാൻ കൈ പിടിച്ച് ഇതാണ് ബോർഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഇതാണേ അവിടെയാണോ തൊണ്ട അപ്പം ഞാൻ തൊടിപ്പിച്ച് എവിടെ നിന്ന് കുത്തി പിടിച്ചോ അവിടെ കയ്യിലൊക്കെ ഇരിക്കുന്നില്ല എവിടെ നിന്ന് തൊട്ട് പിടിച്ച് എവിടെ തൊന്ന് ഇങ്ങനെ ഒന്ന് തലക്കേക്ക് നോക്കിക്കോട്ടാ എവിടെ തൊന്നു അവിടെയാണ് തൊന്നത് അല്ലേ ശരി ശരി കൈ മാറ്റിക്കോ ഇതാണ് തൊട്ടത് തെറ്റിപ്പോയി ഇനി ഒരു രണ്ടുപേരും കൂടി ആരെങ്കിലും സ്വയം തയ്യാറായ ആൾക്കാർ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഇല്ല ഈ അമ്മ ഇവിടെ സുന്ദരി ഇരിക്കുന്നുണ്ട് ഈ സുന്ദരിയുടെ ഈ ഭാഗത്തായിട്ടാണ് ഒരു പൊട്ട് വേണ്ടത് ഞാൻ കണ്ണ് കെട്ടു ഞാൻ ബോഡി ഇങ്ങോട്ട് നീക്കി തരാം കേട്ടോ ഇതാണ് പൊട്ടട്ടാ പിടിക്കോ പിടിക്കുന്നു ഇത് പിടിച്ച കൈ ഉറച്ചെന്ന് കണ്ട വീൽ ചെയറിൽ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിലും ആ മത്സരത്തിനെ നല്ല മത്സരമാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുള്ള അമ്മച്ച വരുന്നത് അമ്മയാണ് അമ്മയ്ക്ക് അമ്മമ്മ എവിടെ ഇതാണ് ബോർഡ് കേട്ടോ ബോർഡിൽ കറക്റ്റ് ആയിട്ട് ഒന്ന് കൈയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയൊക്കെ തപ്പി നോക്കിക്കോ സുന്ദരീന അവിടെ തൊടണ്ടേന്ന് അവസാനം ഒന്ന് കൈ കുത്തി കാണിച്ചു തന്നെ അവിടെ കുത്താനേ ഇത് നമ്മുടെ കീബോർഡിലെ മൗസിൽ നിൽക്കൊണ്ടിരിക്കുന്നു എവിടെ കുത്തണം പറഞ്ഞോ എവിടെ കുത്തണം ഇതാണോ സ്ഥലം ഇവിടെ കുത്തിയാ മതിയാ ഇവിടെ എല്ലാരും ഒന്ന് കഴിച്ചേ കാണിച്ചു കൊടുക്കാം കണ്ടിട്ടൊന്ന് കഴിച്ചു കൊടുക്കാം ചെവിയിലാണ് തൊട്ടത് ചെവിയിലായി പോയി ആ ക്ലോസപ്പ് ചിഞ്ചിരി ഇങ്ങനെ എടുത്ത് അയ്യണ്ടാ
എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മയും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത്രത്തോളം കർത്താവ് നിങ്ങളെ കാത്തു ഒരു വായിച്ച നല്ല ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഒരു കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കർത്താവ് നിന്റെ മകളെ കർത്താവ് ഇടയാക്കിയാൽ അതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നിന്റെ മകളെ കുടുംബമായി കുടുംബമായി കർത്താവ് നിന്റെ മകളെ അനുഗ്രഹിക്കുന്ന കർത്താവ് തുടർന്ന് കർത്താവ് പോകുന്നിടങ്ങളിലെല്ലാം അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കർത്താവ് മാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അപസ്മാർക്കായ സ്തോത്രം ദൈവം. ഇത്രത്തോളം കർത്താവ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ കർത്താവ്, അതിനായി നന്ദി പറയുന്നു. കർത്താവ് തുടർന്ന് കർത്താവ് എല്ലാവരെയും കരുതിക്കൊള്ളുന്ന കർത്താവ് ആവശ്യം കാര്യങ്ങൾ നല്ല ദൈവത്തിന്റെ സമയത്തെല്ലാം നന്നായി ചെയ്യുന്ന ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പം എല്ലാവരെയും കരുതി കൃപയ്ക്കാൻ നിങ്ങളോട് സ്തുതിക്കുന്നു. കർത്താവ് നിന്റെ കാവലും കരുതലും കർത്താവ് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നമ്മൾക്കായി നന്ദി പറയുന്ന ദൈവമേ, പ്രാർത്ഥന കേട്ടാൽ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്ര പ്രോഗ്രാം അവതരിപ്പിച്ച് ലഭിച്ച് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് വേണ്ടിയത് ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പച്ചമാർക്കും അമ്മച്ചമാർക്കും വേണ്ടിയിട്ട് നീ അവതരിപ്പിച്ച എല്ലാ പ്രോഗ്രാമും ഞങ്ങൾ നന്ദിയോടെ നിന്റെ മോളെ കർത്താവ് നിന്റെ മോളെ അതിനെ പരിമേൽപ്പിച്ചു കൊടുക്കുന്ന നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവ് വീണ്ടും കർത്താവ് വീണ്ടും അനവധി പ്രോഗ്രാം ചെയ്യുവാൻ തക്കണം. നിന്റെ മോളെ കർത്താവ് ബലപ്പെടുത്തണം. അതിൽ പങ്കാളിയാവാൻ ഞങ്ങളെയും കർത്താവ് ബലപ്പെടുത്തണം. എന്റെ അപ്പച്ചനും അമ്മച്ചയൊക്കെ മരിച്ചുപോയി. എനിക്ക് 25 വയസ്സുള്ളപ്പോഴാണ് മരിച്ചുപോയത്. അപ്പൊ എനിക്ക് 25 കൊല്ലം ആ ഒരു കാലയളവിൽ എനിക്ക് എന്റെ പാരന്റ്സിന്റെ അവരോട് കൂടി ജീവിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് അതിന്റെയൊക്കെ അവരുടെയൊക്കെ ആ ഒരു സ്നേഹവും ഇതൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങോട്ടേക്ക് വരുന്നതും. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഇഷ്ടമാണോ ഞാൻ വരുന്നത്? ഇഷ്ടമാണോ? അല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നത് കൊണ്ടാണോ ചെയ്യുന്നത്? മനസ്സിന് സന്തോഷത്തോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ ആണല്ലേ. അപ്പൊ ആ ഇഷ്ടം ഇനിയും നമുക്ക് ഇടക്കിടക്ക് ഞാൻ വരാം. ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നമുക്കൊരു എന്റർടൈൻമെന്റ്സ് ഒക്കെ ആയിട്ട് കുറച്ച് സമയം ചെലവഴിക്കും. ഇപ്പൊ നമ്മള് 11 മണിക്കല്ലേ തുടങ്ങിയത്, ഏകദേശം 1 മണിയാകാറായി. 2 മണിക്കൂർ നിങ്ങളോട് ചെലവഴിക്കാനായിട്ട് സാധിച്ചു. എന്റെ പാരന്റ്സിന്റെ ഒക്കെ ആ ഒരു ഓർമ്മ പുതുക്കാനും അവർക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളിലൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതിന് ഞാനും ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും താങ്ക് യു. അതുപോലെ സമ്മാനമുണ്ട്. ചെറുപ്പമായിരിക്കണം. വിളിക്കാൻ പോയാ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ മിനി മേഡം നടത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഇനിയും ഇങ്ങനെ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും ചെയ്തു തരാം. സന്തോഷമല്ലേ ഇതൊക്കെ? ഞാൻ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ജോർജ് തോമസ് അപ്പച്ചനാണ്. അപ്പച്ചനെ സ്നേഹപൂർവ്വം മാഡത്തിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു.
ഇങ്ങോട്ട് നോക്കൂ. അടുത്തതായിട്ട് നമ്മുടെ 2-3 എണ്ണത്തിൽ നല്ല ബെസ്റ്റ് പെർഫോമർ ആയിട്ട് തിരഞ്ഞെടുത്തത് ജോണി അപ്പച്ചനെയാണ്. അപ്പൊ ജോണി അപ്പച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആണുങ്ങൾക്ക് തന്നെ ആദ്യം കൊടുത്തു തീർക്കാം. നമ്മുടെ രമണൻ അപ്പച്ചനാണ്. രമണൻ അപ്പച്ചൻ പാട്ടുപാടി ഡാൻസ് കളിച്ച് ഇതൊക്കെ ചെയ്തു. അതിന് പിന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ വരാനിരിക്കുന്നുള്ളൂ. പിന്നെ ആരാ? തങ്കച്ചൻ അപ്പച്ചൻ പാട്ടുപാടി നമ്മുടെ ദൈവത്തിൻ്റെ നല്ലൊരു ഗാനം ആലപിച്ച് നമ്മളെല്ലാം കുറച്ച് നേരത്തേക്ക് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയ അപ്പച്ചനാണ്. പിന്നെ നമ്മൾ ബെസ്റ്റ് പെർഫോമറിൽ പെണ്ണുങ്ങളുടെ വനിതാ വിഭാഗം ഫസ്റ്റ് പ്രൈസ് സരോജിനി നമ്പർ 1. ഇവിടെ തിരിഞ്ഞോണ്ടോ? ഇങ്ങോട്ട് തിരി. രാജനാമച്ചി തിരി. ഇവിടെ തിരി. പിന്നെ രണ്ടാമതെത്തിയിട്ടുള്ള പേരെ പാട്ടൊക്കെ പാടി നമ്മൾ സന്തോഷിപ്പിച്ചത് അന്നമ്മച്ചി. പിന്നെ ഒരു അമ്മച്ചി കൂടി ഉണ്ടായിരുന്നല്ലോ, നല്ലോണം പാട്ട് പാടി കുറേ നമ്മൾ നാടൻ പാട്ടും സിനിമ പാട്ടും വള്ളംകളിപ്പാട്ടും. അത് തങ്കമ്മ നമ്പർ 3. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരുവിധം നന്നായിട്ടൊക്കെ പെർഫോം ചെയ്ത് നാളെ കുറച്ചുകൂടി മത്സരങ്ങൾ വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി സമ്മാനങ്ങൾ ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് നാളെ പിന്നീട് ഒരുമിച്ച് ഒരു പാട്ടും കൂടി പാടാം. നമ്മുടെ മാഡത്തിന് 2 വാക്ക് പറഞ്ഞിട്ട് പോയിക്കോ. സമയമില്ലാത്ത സമയത്താണെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടി ഒന്ന് സന്തോഷിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നെ നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് ബിനി മാഡത്തിനുള്ള പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പൊ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അമ്മാമ പറയണത് കയറിക്കോന്ന്, അഴുക്കില്ലല്ലേ ഷൂയില്. അമ്മാമ്മക്ക് എന്തുണ്ട്? കുരുണ്ടാ? എവിടെ കുരുണ്ട്? ഒന്ന് തൊട്ട് കാണിച്ചേ നോക്കട്ടെ അമ്മാമ്മക്ക്. ഒച്ചടാ, അതെ അതമ്മാമ്മയുടെ മറുകാണ്, കുരുവല്ല. എന്തോ എന്താണ്? അമ്മാമ്മ എങ്ങനെ ഈ കട്ടിലേല് കേറിയെന്ന്? ഇതുണ്ടല്ല, ഇതിന്ന് എങ്ങനെ കേറിയെന്ന്. അയ്യോ, അത് അമ്മാമ്മയുടെ കട്ടിലാണ്, മോൻ കയറണ്ട. അമ്മാമ്മക്ക് അങ്ങനെയൊന്നും കയറാൻ പറ്റൂല. അയ്യോടാ, അമ്മാമ്മയുടെ കട്ടിലേല് ചവിട്ടി അഴുക്കാക്കല്ലേ.
അയ്യോടാ അമ്മാമ്മയുടെ കട്ടിലിൽ ചവിട്ടി അഴുക്കാക്കല്ലേ അമ്മാമ്മക്ക് കിടക്കാനുള്ളതാണ്. അയ്യോടോ നല്ലതന്നെ, സുഖമായിട്ടിരിക്കുന്നു. ഫ്രണ്ടിലോട്ട് നോട്ടം, ഫ്രണ്ടിലേക്ക് നോട്ടം, അതിരിക്കണം. അടിക്കില്ല. കത്താറിനുള്ള